അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരത്തെ രാത്രിയത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണീൻ്റെ കൂടി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ബോട്ടിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി പ്ലാന്റ്സ് ഒക്കെ നല്ലത് പുതിയത് വെച്ചു. ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കേക്ക് നല്ല മൊഞ്ചനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാന്താരി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പം ഇന്നലെ വന്നപ്പോൾ പറഞ്ഞതായിരുന്നു കേട്ടോ, മൂത്തിട്ടുണ്ട് പറിച്ചിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പറിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കിളികൾ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ അത് പറിക്കാൻ പോയതായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ച് വന്നപ്പോൾ ഇതാ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പാൽ ചായ ആണ് കേട്ടോ റെഡിയാക്കുന്നത്. പാൽ നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റെഡിയാക്കാറുണ്ട്. ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. കടയിൽ നിന്ന് പാർലേജിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും പാൽ ചായയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനും നൈനും കൂടി ഇരുന്നിട്ട് നമ്മൾ കൊലായിൽ വന്നിട്ടാണ് കേട്ടോ പാൽ ചായ കുടിക്കുന്നത്. വൈകുന്നേരത്തെ ചായ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ നോക്കിയിട്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു. ഞാൻ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ വേഗം നമ്മൾ ബിരിയാണിക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതാ ഒരു കഷ്ണം നമ്മൾ ഒരു ഒണിയൻ്റെ പകുതിയായിട്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ആദ്യം തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതാ നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് അടുപ്പത്തായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കി ഇട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല പോലെ തീ കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഓണിയന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ല, മല്ലിച്ചപ്പില്ല എന്നുള്ളത്. പിന്നെ മല്ലിച്ചപ്പില്ലെങ്കിൽ നമ്മൾ ഇറച്ചി മല്ലി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഈ ഒരു രാത്രി നേരത്തെ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഞാനിതാ വേഗം സവാള ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. വേഗം തന്നെ ചിക്കന് നല്ലപോലെ കേക്ക് മസാലയൊക്കെ തേച്ചിട്ട് ഉച്ചക്കന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു 1.5 ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1.5 വെച്ചാൽ ഒരു ഉള്ളിയും അതിൻ്റെ ഒരു ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസൂസ് സിനു എന്ന് പറയുന്ന 2 ആൾക്കാർക്ക് വേണ്ടി ഹായ് പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആൾക്കും വേണ്ടിയിട്ട് ഹായ് പറയുകയാണ് കേട്ടോ. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കന് ഫ്രൈ ആക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി മുളകും ഇതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ചോറ് വെക്കാനുള്ള അരി നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയൊന്നല്ല എടുത്തത്, പച്ചരി ചോറാണ് കേട്ടോ. പച്ചരി ആണ് എടുത്തിട്ടുള്ളത്. അത് കേൾക്കി കേട്ടോ. അപ്പോൾ നമ്മൾ അരി അളന്നിട്ടുള്ള ആ ഒരു പാത്രത്തിന് 2 ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതാ അരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ്, ഗ്രാമ്പു, പട്ട, നെയ്യ്, ഓയിൽ, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, അതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലൊന്ന് കുക്കിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 1.5 വിസിലാകുമ്പോഴേക്ക് നമ്മളെ ചോറ് റെഡി ആവും കേട്ടോ. പിന്നെ ഇതാ ഒരു ചെമ്പട്ടിയിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്കായ് ചേർത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങനത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുത്തു കേട്ടോ. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ചേർത്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം. അത്യാവശ്യം നല്ലപോലെ വഴറ്റി കിട്ടിയാലേ നമ്മളെ ബിരിയാണി അത്രക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തു കേട്ടോ. അതിലേക്ക് ഒരു ഇച്ചിരി നാരങ്ങ നീരുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് അത്യാവശ്യം ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോറിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ചിക്കൻ പൊരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ. അങ്ങനെ അതൊന്ന് അവിടെ നിന്ന് കുക്കാവുന്ന ഇടയിൽ ഇതാ വേഗം വന്നിട്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ, ഇതേപോലത്തുള്ള ഗ്യാപ്പ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ക്ലീനിങ്ങൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പണികൾ കഴിയും. അപ്പോഴേക്കും ഇതാ കുക്കറിൽ ചോറ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 തവണയായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചോറിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതാ നമ്മൾ കുറച്ച് ഒണിയനും പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഇറച്ചിമല്ലിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മളൊന്നും കൂടി ആ ഒരു കണലിലൊന്ന് കുക്കാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അതവിടെ കുക്കാവാൻ വെച്ച ഇടയിൽ ഞാൻ വേഗം വന്നിട്ട് മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ അധികവും യൂസ് ചെയ്യുന്നത് ഈ ഒരു മണ്ണെണ്ണ വിളക്കിനെയാണ് കേട്ടോ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മണ്ണെണ്ണ വിളക്കിലേക്ക് നമ്മൾ മണ്ണെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിയും മിന്നലും പിന്നെ ഇടിയും പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കറണ്ട് എന്തായാലും പോകും, ഡൈനിയാളിൽ മാത്രമേ കറണ്ട് പോകുന്ന സമയത്ത് കത്തുന്ന ബൾബുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ മോനൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുത്ത് ഗ്രൂപ്പിലേക്ക് വിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോന് ഞാൻ മൊബൈലിൻ്റെ ബോക്സ് 2 എണ്ണം ആക്കിയിട്ട് തിരിച്ചിട്ട് സെല്ലോ ടാപ്പിനോട് ഒട്ടിച്ചു കൊടുത്താണ് കേട്ടോ. അതിലേക്ക് ഓൻ്റെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതവന് റെഡിയാക്കി അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കുന്നത്. ചിക്കൻ പൊരിച്ച് വെച്ചതുകൊണ്ട് തന്നെ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വേഗം മക്കൾ ഉറങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് രണ്ടാൾക്കുള്ള ഫുഡ് വേഗം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കുക, ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് രണ്ടാൾക്കും ഫുഡ് കൊടുത്ത് അവരെ ഒന്ന് എന്താ പറയുക റെഡിയാക്കിയാൽ ആ ഒരു പണി കഴിയും കേട്ടോ. അങ്ങനെ ഇതാ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ പോന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറേ അലക്കിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ എവിടെ വെച്ചത് എന്നുള്ളത് പെട്ടെന്ന് കണ്ടിട്ട് എടുക്കാൻ നല്ല സുഖമാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാരി ബാഗ് പോലത്താണ്. ഒരു 5-6 എണ്ണം ഉണ്ടാവും കേട്ടോ. എത്ര റേറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല. പിന്നെ ഈ ഒരു കോഡ് ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇത് ഞാനിപ്പോൾ കുറേ ഇടലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ബാക്കിയുള്ള ഡ്രസ്സും കൂടി വേറൊരു സാരി ബാഗിൽ ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. ഇതിലാണ് നമ്മൾ ജീൻസിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഏകദേശം നമ്മളെ പണികൾ കഴിയും കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.